ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടും. ഒടുവിലായിട്ട് അപ്പോസ്തലനായ പൗലോസ് എഫെസ്യ സഭയോട് പറയുകയാണ്, ഒടുവിലായി നിങ്ങളോടൊരു കാര്യം പറയുക, നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടും. അപ്പോൾ ഒടുവിലായ ഒരു കാര്യം പറയണമെങ്കിൽ അതിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ചില കാര്യങ്ങൾ എഫെസ്യ സഭയോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിന് മുമ്പായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നമ്മൾ എടുത്ത വചനത്തിലേക്ക് നമ്മൾ കടന്നു വരാം. സ്തോത്രം. 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവരെന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. ഒന്നാമതായി പൗലോസ് പറയുന്ന കാര്യമാണ്, ദൈവം നമ്മെ എന്ത് ചെയ്തു? ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തു. ഇവിടെ ശ്രദ്ധിക്കണമേ. അപ്പോൾ പറയുന്ന വാക്ക് കണ്ടോ? നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ ദൈവം എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. ദൈവം തിരഞ്ഞെടുത്തു. എത്ര പേർക്ക് ഉറപ്പുണ്ട് എന്നെ തിരഞ്ഞെടുത്തു എന്ന്? ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ, ഈ ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ, ഈ ഭൂലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ എൻ്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തു എന്ന്. ഇന്ന് പകലിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് തെരഞ്ഞെടുത്തതാ. എപ്പോഴാ? ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പേ, ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ, ഈ പ്രപഞ്ചത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ എന്നെയും എൻ്റെ കുടുംബത്തെയും കർത്താവ് തെരഞ്ഞെടുത്തു. ദൈവത്തിന് തെരഞ്ഞെടുത്ത് ഓർത്തു സ്തോത്രം ചെയ്താട്ടെ. എത്ര പേരാ തിരഞ്ഞെടുക്കാതെ നമുക്ക് ചുറ്റും നടക്കുന്നത്? എത്ര പേരാ നമ്മുടെ കൂടെ ഇരുന്നവർ, നമ്മുടെ കൂടെ നടന്നവർ, നമ്മുടെ കൂടെ പഠിച്ചവർ, നമ്മുടെ കൂടെ ഭക്ഷണം കഴിച്ചവർ, അനേകർ നമുക്ക് ചുറ്റും ഉണ്ടായിരുന്നിട്ട് അവരെയൊക്കെ തള്ളിക്കളഞ്ഞ് എന്നെ നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന് നിന്നോടുള്ള സ്നേഹമാ, അത് ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള ചില പദ്ധതികളാ. ഇന്ന് പകൽ അത് അനുഭവിക്കുന്ന എത്ര പേരകത്തിരിക്കുന്നുണ്ട്? നിന്നെ തെരഞ്ഞെടുത്തതിന്റെ പുറകെ ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ഇര്മ്യാ പറയുന്നത് ഇപ്രകാരമാ. ഇര്മ്യാ പ്രവചനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്ന ഇപ്രകാരമാ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. ഞാൻ നിന്നെ അറിഞ്ഞു. എപ്പോഴാ? അമ്മയുടെ ഉദരത്തിൽ. മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം വരുന്നതിന് മുമ്പേ ദൈവം എന്ത് ചെയ്തു? അറിഞ്ഞു. അപ്പോസ്തലൻ പൗലോസ് അതിനും കടന്നിട്ട് പറയുക, അതിനപ്പുറം പറയുക, ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ. എന്നാൽ ഇര്മ്യാ പ്രവാചകനോട് ദൈവം പറയുക, കർത്താവ് പറയുക, സ്തോത്രം, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. അപ്പൊ നമ്മെ ആരാ നിയമിച്ചത്? ദൈവമാ. ദൈവം നമ്മെ എന്തിരിക്കുക? നിയമിച്ചിരിക്കുക. സ്തോത്രം. നിയമനം എന്നൊക്കെ പറയുമ്പോൾ സ്തോത്രം എത്ര ശ്രേഷ്ഠകരമായ വാക്കാണെന്ന് അറിയാമോ? നിയമിക്കുക. ഒരു രാജ്യത്തിൻ്റെ നേതാക്കൾ എന്ത് ചെയ്യുന്നു? ഭരണാധികാരികളെ നിയമിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. സ്ഥാപനങ്ങളിൽ മാനേജർമാർ എന്ത് ചെയ്യുന്നു? നിയമിക്കുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവം നിന്നെ നിയമിച്ചിരിക്കുക. ദൈവം നിന്നെ അപ്പോയിൻമെന്റ് ചെയ്തിരിക്കുക. സ്തോത്രം. ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. ദൈവം നമ്മെ അറിഞ്ഞു. ദൈവം നമ്മെ അറിഞ്ഞു. നിങ്ങൾ പറഞ്ഞ ദൈവം നമ്മെ അറിഞ്ഞു. ആരറിഞ്ഞില്ലെങ്കിൽ ആരറിയുന്നുണ്ട്? ദൈവം അറിയുന്നുണ്ട്. ആരെല്ലാം മറന്നു കളഞ്ഞാലും, ആരെല്ലാം തള്ളിക്കളഞ്ഞാലും ദൈവം നിന്നെ തള്ളിക്കളയത്തില്ല. ദൈവം നിന്നെ മറന്നു കളയത്തില്ല. ഇന്ന് പകൽ നിന്നെ അറിയുന്നൊരു കർത്താവുണ്ട്. നിന്റെ അവസ്ഥകളെ അറിയുന്നൊരു കർത്താവുണ്ട്. നിന്റെ ഇന്നത്തെ സിറ്റുവേഷനെ അറിയുന്നൊരു കർത്താവുണ്ട്. ഇന്ന് പകൽ ആ കർത്താവിനെ നീ സേവിക്കുന്നത്. ആമേൻ. സ്തോത്രം. അത് അവിടെ കൊണ്ട് തീരുന്നില്ല. സങ്കീർത്തന കർത്താവ് പറയുന്നൊരു വാക്യമുണ്ട്. സങ്കീർത്തന കർത്താവ് 139-ാം അധ്യായം 15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുന്നൊരു വാക്യമുണ്ട്. സ്തോത്രം. അത് യഥാർത്ഥമായ മലയാള പരിഭാഷയിൽ ഇപ്രകാരമാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ നിഗൂഢതയിൽ ഉരുവാകുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോട് സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങയ്ക്ക് എന്തായിരുന്നില്ല? അജ്ഞാനമായിരുന്നില്ല. സ്തോത്രം. അടുത്ത വാക്യം കണ്ടു. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു.
ഓ, എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പേ, എൻ്റെ അപ്പനും അമ്മയും അറിയുന്നതിന് മുമ്പേ എന്നെ കർത്താവ് എന്ത് ചെയ്തു? ഓ, ഇന്ന് പകല് കർത്താവേ അമ്മ ദൈവത്തെ സ്തുതിച്ചാട്ടെ, കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. കർത്താവ് നിന്നെ കണ്ടു എന്ന്. എപ്പോഴാ കണ്ടേ? അമ്മയുടെ ഉദരത്തിൽ രൂപമുണ്ടാകുന്നതിന് മുമ്പേ, രൂപമുണ്ടാകുന്നതിന് മുമ്പേ നിന്നെ ദൈവം അറിഞ്ഞു, നിന്നെ ദൈവം അറിഞ്ഞു. ഇന്ന് പകൽ ആ ദൈവത്തിന്റെ സ്നേഹം ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആ വചനത്തിന്റെ ആഴമൊന്ന് മനസ്സിലാക്കി കർത്താവിനെ സ്തുതിച്ചാട്ടെ. അമ്മയുടെ ഉദരത്തിന് ഉരുവാകുന്നതിന് മുമ്പേ, രൂപമുണ്ടാകുന്നതിന് മുമ്പേ, പിണ്ടാകാരമാകുന്നതിന് മുമ്പേ എന്റെ ദൈവത്തിനെ അറിഞ്ഞു. ഇന്ന് പകലിൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്, എത്ര പേർക്ക് സന്തോഷമുണ്ട്. കരകൾ ഉയർത്തി കർത്താവിന് മഹത്വപ്പെടുത്തിയാട്ടെ. എനിക്ക് രൂപം നൽകുന്നതിന് മുമ്പേ എന്നെ അറിഞ്ഞ കർത്താവ്, എനിക്ക് രൂപം ഉണ്ടാകുന്നതിന് മുമ്പേ എന്നെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന കർത്താവ്. അർത്ഥമാക്കി അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പേ അങ്ങയുടെ പുസ്തകത്തിൽ എന്നെ കുറിച്ച് എന്ത് ചെയ്തു? എഴുതി. അപ്പൊ നമ്മെക്കുറിച്ച് നാം ജനിക്കുന്നതിന് മുമ്പേ എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഇന്നതായി തീരുമെന്ന്, നീ ഈ യൂക്കയുടെ പട്ടണത്തിൽ വരുമെന്ന്, നിനക്ക് ഇത്ര തലമുറയുണ്ടാകുമെന്ന്, നിന്റെ തലമുറ ഇത്രത്തോളം ഉയർച്ച പ്രാപിക്കുമെന്ന്, നീ മാനിക്കപ്പെടുമെന്ന് കർത്താവിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽ എത്ര പേർക്ക് ഉറപ്പുണ്ട്? എന്നെ കുറിച്ച് കർത്താവിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ തലമുറയെ കുറിച്ച് എൻ്റെ കർത്താവിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ഭാവി ഇന്നതാകുമെന്ന്, എൻ്റെ കുടുംബം ഇന്ന വിധമാകുമെന്ന്, എൻ്റെ തലമുറകൾ ഇന്നവരുമാകുമെന്ന് എൻ്റെ കർത്താവിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഞാൻ ഒരു വാക്കുകൂടെ പറയുക, ദൈവം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ, ആ എഴുത്തിനെ മായ്ക്കുവാൻ ഒരുത്തിനും കഴിയത്തില്ല. നീ ഇന്ന വിധമാകുമെന്ന്, നിന്റെ തലമുറ ഇന്ന വിധമാകുമെന്ന്, നിന്റെ കുടുംബം ഇന്ന വിധമാകുമെന്ന് ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അമ്മ സ്തോത്രം ചെയ്യും. പീലാത്തോസിന് പറഞ്ഞത് എഴുതിയത് എഴുതി. പീലാത്തോസ് പറയുക, എഴുതിയത് നിന്നെക്കുറിച്ച് എഴുതിയത് എഴുതി. നീ അതിനെതിരെ ആരെല്ലാം എഴുന്നേറ്റാലും ആ എഴുതിയതിനെതിരെ, നിന്റെ ഭാവിക്കെതിരെ, നിന്റെ നന്മയ്ക്കെതിരെ, നിന്റെ അനുഗ്രഹത്തിനെതിരെ, നിന്റെ ജോലിക്കെതിരെ ആരെല്ലാം എഴുന്നേറ്റാലും കർത്താവ് പറയുക, അല്ല, അവനെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അവൻ്റെ അമ്മയുടെ ഉദരത്തിന് മുമ്പേ, അമ്മ ഉരുവാകുന്നതിന് മുമ്പേ, ഞാൻ പിണ്ടകാരമാകുന്നതിന് മുമ്പേ, അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ രൂപമാകുന്നതിന് മുമ്പേ, ആമേ രൂപം ലഭിക്കുന്നതിന് മുമ്പേ അവനെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചാട്ടെ, കർത്താവിനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാട്ടെ. ഇന്ന് പകൽ മൈൻഡെല്ലാം മാറ്റിവെച്ചാട്ടെ. നിങ്ങളുടെ മൈൻഡിലുള്ള എല്ലാ ചിന്തകളും മാറ്റിവെച്ച് ഇന്ന് പകൽ കർത്താവ് തെരഞ്ഞെടുത്ത വിധങ്ങളൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചേ. നിന്റെ ഭാവി കർത്താവിന്റെ കരുത്ത് സുരക്ഷിതമാ. നിന്റെ ഭാവി കർത്താവിന്റെ കരുത്ത് സുരക്ഷിതമാ. നിന്റെ തലമുറയുടെ ഭാവി കർത്താവിന്റെ കരുത്ത് സുരക്ഷിതമാ. ഇന്ന് പകൽ നീ ചിന്തിക്കുമായിരിക്കും, ആമേ സ്തോത്ര പാസ്റ്റർ, എന്തോ ഇങ്ങനെയൊക്കെ. ഇന്ന് പകലിൽ നിന്നെ കുറിച്ച് കർത്താവ് ചിലത് എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ചിരിക്കുന്നതോട് നീ പോയേ പറ്റത്തുള്ളൂ. നീ എഴുതി വെച്ചെടുത്ത് കൂടെ നീ പോയേ പറ്റത്തുള്ളൂ. എഴുതി വെച്ച സാഹചര്യങ്ങളോട് നീ കിടന്നു പോയേ പറ്റത്തുള്ളൂ. സ്തോത്രം. അപ്പോൾ അമ്മയുടെ ഉദരത്തിൽ രൂപമുണ്ടാകുന്നതിന് മുമ്പേ, അമ്മ സ്തോത്രം, സങ്കീർത്തനക്കാരൻ പറയാ, എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണെന്നെ കണ്ടു. അവിടുത്തെ കണ്ണെന്നെ കണ്ട് എന്തിരിക്കുന്നു? അമ്മ സ്തോത്രം, അമ്മ തൻ്റെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടിരിക്കുന്നു. നമ്മെക്കുറിച്ച് കർത്താവ് ചിലതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആമേ. അതിനെ മായ്ക്കുവാൻ പറഞ്ഞ അതിനെ മായ്ക്കുവാൻ എത്ര കൊടിയ കെട്ടിയ പിശാച് വന്നാലും നിങ്ങൾ പറയണമെന്നേ, പിശാച് പറയണം, എന്നെക്കുറിച്ച് ദൈവം എഴുതി വെച്ചിട്ടുണ്ട് ചിലത്. അമ്മ എൻ്റെ ഭാവി ഇന്നതാകുമെന്ന്, എൻ്റെ തലമുറ ഭാവി ഇന്നതാകുമെന്ന് അമ്മ സ്തോത്രം എഴുതി വെച്ചിട്ടുണ്ട്. ആമ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കേണ്ട പിശാചേ, ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കേണ്ട. എന്നെക്കുറിച്ച് ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. എന്നെക്കുറിച്ച് ഇന്ന് പകൽ ആരൊക്കെ ഭയത്തോടിനകത്ത് വന്നിട്ടുണ്ട്. ചില സാഹചര്യങ്ങൾ നിമിത്തം ഭയത്തോടിനകത്ത് ആരൊക്കെ വന്നിരിക്കുന്നുണ്ട്. ചില പ്രതിസന്ധികൾ നിമിത്തം ആരൊക്കെ ഭയത്തോടിനകത്ത് വന്നിരിക്കുന്നുണ്ട്. ഇന്ന് പകൽ നിന്നെക്കുറിച്ച് കർത്താവ് ചിലത് എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതിയത് സംഭവിക്കൂ. പീലാത്തോസേ, ആമേ സ്തോത്രം, എഴുതി. അപ്പൊ ദൈവം നമ്മെ എന്ത് ചെയ്തു? ലോകസ്ഥാപനത്തിനു മുമ്പേ തിരഞ്ഞെടുത്തു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം നമ്മെ കണ്ടു.
ആമേൻ സ്തോത്രം. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ യേശുവിന്റെ കണ്ണ് എന്നെ കണ്ടു. സ്തോത്രം. ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് ഓർത്തുകൊണ്ട് ദൈവത്തെ കരങ്ങൾ ഉയർത്തി കർത്താൻ മഹത്വപ്പെടുത്തിയാട്ടെ. സ്തോത്രം ചെയ്തു. ദൈവം നമ്മെ തെരഞ്ഞെടുക്കുക മാത്രമല്ല ചെയ്തത്. എഫേസ്യ ലേഖനം 1-7 വാക്യത്തിൽ പറയുന്നു, അവന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുക്കുക മാത്രമല്ല ചെയ്തത്, യേശുവിന്റെ രക്തത്താൽ നമ്മെ എന്ത് ചെയ്തിരിക്കുക? വീണ്ടെടുത്തു. തെരഞ്ഞെടുപ്പോടുകൂടി തീരത്തില്ല. ആമേൻ സ്തോത്രം. തെരഞ്ഞെടുക്കപ്പെട്ടവനൊരു വീണ്ടെടുപ്പുണ്ട്. ആമേൻ സ്തോത്രം. ആ വീണ്ടെടുപ്പ് എങ്ങനെയാ? രക്തം തന്ന വീണ്ടെടുത്തിരിക്കുന്നത്. ഇന്ന് പകൽ എന്നെ നിന്നെയും വീണ്ടെടുത്തത് ആമേൻ സ്തോത്രം ആമേൻ രക്തം തന്നിട്ടാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഞാൻ രക്തത്തിൻ്റെ വിലയാണ്, ഞാൻ രക്തത്തിൻ്റെ വിലയാണ്. ഞാൻ പാപത്തിൽ കിടന്ന, പാപത്തിന് ചേറ്റി കിടന്ന, ആർക്കും പ്രയോജനമില്ലാതെ കിടന്ന എന്നെ കണ്ട ആമേൻ സ്തോത്രം എൻ്റെ ദൈവം എന്നെ വീണ്ടെടുത്തു. എന്നെ ദൈവം എന്നെ രക്തം തന്ന് വീണ്ടെടുത്തു. സ്തോത്രം. ആമേൻ. വീണ്ടെടുത്ത് രക്തത്താൽ വീണ്ടെടുത്തുവെങ്കിലും ആമേൻ 1-14 വാക്യത്തിൽ പറയുന്നു, ആമേൻ സ്തോത്രം, പരിശുദ്ധാത്മാവിനാൽ എന്നെ എന്ത് ചെയ്തിരിക്കുന്നു? മുദ്രയിട്ടിരിക്കുന്നു. ആമേൻ. എന്ത് ചെയ്തിരിക്കുന്നു? എന്തിനാൽ? പരിശുദ്ധാത്മാവിനാൽ. വിളിക്കപ്പെട്ട, തെരഞ്ഞെടുക്കപ്പെട്ട, വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ എന്ത് ചെയ്തിരിക്കുക? പരിശുദ്ധാത്മാവിനെ മുദ്രയിട്ടിരിക്കുക. ഇന്ന് പകൽ നിന്റെ മേലൊരു മുദ്രയുണ്ട്. നിന്റെ പേരിൽ മുദ്രയുണ്ട്. ഏതാ മുദ്ര? ഹോളി സ്പിരിറ്റ്. നിന്റെ മേൽ ആ ഒരു മുദ്ര കിടക്കുന്നുണ്ട്. ആ മുദ്ര കണ്ടാൽ ആരും നിന്ന് തൊടത്തില്ല. ആ മുദ്രയുള്ളവരെ ആരും എന്ത് ചെയ്യത്തില്ല. യേശു കർത്താവിൻ്റെ മരണത്തിന് ശേഷം കല്ലറയിൽ യേശു കർത്താവിനെ കൊണ്ടുപോയി അടക്കി. എന്നിട്ട് എന്താ ചെയ്തത്? വലിയൊരു പാറ കൊണ്ട് അടച്ചു. ആമേ സ്തോത്രം. അടുത്ത വാക്യം പറയുന്നു, എന്ത് ചെയ്തു? ആമേ സ്തോത്രം, റോമ ഇമ്പീരിയൽ മുദ്ര കൊണ്ട് എന്ത് ചെയ്തു? സീലിട്ടു. ആ സീല് കണ്ട ആരും എന്ത് ചെയ്തില്ല, അത് തൊടത്തില്ല. അതുകൊണ്ട് സീലിട്ടത്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ മേലൊരു സീല് കർത്താവ് വെച്ചിട്ടുണ്ട്. നമ്മുടെ മേലൊരു സീല് കുത്തിയിട്ടുണ്ട്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എൻ്റെ തിരുനെറ്റിയിലൊരു സീല് കുത്തിയിട്ടുണ്ട്. ഏതാ സീല്? ഹോളി സ്പിരിറ്റാ. പരിശുദ്ധാത്മാവാകുന്ന അമേൻ മുദ്ര നിന്റെ മേലുണ്ട്. ഒന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവാകുന്ന മുദ്ര എൻ്റെ മേലുണ്ട്. ഹലോ, ഇവിടെ ശ്രദ്ധിക്കണമേ. പരിശുദ്ധാത്മാവാകുന്ന മുദ്ര ഉണ്ടോ? ഉണ്ടോ? ഉള്ളവരിങ്ങനെ ഇരിക്കത്തില്ല. സഹോദരം, പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നിന്റെ മേലുണ്ട്. ആ മുദ്ര നിന്റെ മേലുണ്ടെങ്കിൽ ഒരു ദുഷ്ടശക്തിക്ക് നിന്നെ തൊടാൻ കഴിയത്തില്ല. ആ മുദ്ര നിന്റെ മേലുണ്ടെങ്കിൽ ഒരു പൈശാചി മേഖലക്ക് നിന്നെ തൊടുവാൻ കഴിയത്തില്ല. ആ മുദ്ര നിന്റെ മേലുണ്ടെങ്കിൽ അവൻ സ്തോത്രം ഒരു അന്ധകാര ശക്തിക്ക് നിന്നെ തൊടാൻ കഴിയത്തില്ല. ഇന്ന് പകൽ ആ മുദ്രയുള്ളവ കരങ്ങളെ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ആ മുദ്രയാ നിന്നെ നടത്തുന്നത്, ആ മുദ്രയാ നിന്നെ സൂക്ഷിക്കുന്നത്. ഇന്ന് പകൽ ആ മുദ്ര, പരിശുദ്ധമാവിന്റെ മുദ്ര ഉള്ളവർ കരങ്ങൾ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. എന്നെ തെരഞ്ഞെടുത്തു, എന്നെ വീണ്ടെടുത്തു, ആമേ എന്നെ മുദ്രയിട്ടിരിക്കുന്നു. സ്തോത്രം. എന്നെ എന്തിരിക്കുക? മുദ്രയിട്ടിരിക്കുക. എന്തിനു വേണ്ടിയാ മുദ്രയിട്ടിരിക്കുന്നത്? അവിടെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ വാക്യം ഒന്ന് വായിക്കേ. അമ്മ സ്തോത്രം, തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി അമ്മ സ്തോത്രം നമ്മുടെ അവകാശത്തിന് അച്ചാരമായ വാഴ്ത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. സ്തോത്രം. എന്തിനു വേണ്ടിയാ പരിശുദ്ധാത്മാവിന് മുദ്രയിട്ടിരിക്കുന്നത്? എന്തിനു വേണ്ടിയാച്ചാ? നിങ്ങൾ ആരും കണ്ണടച്ച് പ്രാർത്ഥിക്കണ്ട. ഇപ്പം എല്ലാവരും എന്നെ ശ്രദ്ധിച്ചാട്ടെ. എന്തിനു വേണ്ടി പരിശുദ്ധാത്മാവിനെ മുദ്രയിട്ടിരിക്കുന്നത്? ഒരു വീണ്ടെടുപ്പുണ്ട്. ഇവിടെ നിന്ന് ഇടുന്നുണ്ട്. ഒരു വീണ്ടെടുപ്പുണ്ട്. ഒരു വീണ്ടെടുപ്പുണ്ട്. വിളിക്കപ്പെട്ടവർക്ക്, രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് അമ്മ സ്തോത്രം ചെയ്യുന്നു. ഇവിടുന്ന് എന്തോ ഉണ്ട്, ഒരു വീണ്ടെടുപ്പുണ്ട്. ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആ വീണ്ടെടുപ്പിനെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്താട്ടെ. ആ വീണ്ടെടുപ്പിൻ്റെ നാളുകൾ അതിവിദൂരമല്ല, അത് വിദൂരമല്ല. ആ വീണ്ടെടുപ്പിൻ്റെ നാളുകൾ അടുത്തിരിക്കുന്നു. ഇന്ന് പകലിൽ നിങ്ങളുടെ തലകൾ ഉയർത്തി അമ്മ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കേണ്ട സമയങ്ങളാ. അമ്മ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു. ലോക സംഭവങ്ങളെല്ലാം കർത്താവിന് വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു എന്ന് കാണിച്ചു കൊണ്ടിരിക്കുന്നു ഇന്നുകൊണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ തലകളെ നിങ്ങൾ ഉയർത്തീൻ, നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. ഉറങ്ങുന്നവരെ നിങ്ങളുടെ തല
കരങ്ങൾ ഉയർത്തുവീൻ. കർത്താവിന് വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു. കർത്താവിന് വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു. കർത്താവിന് വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു. യേശു കർത്താവ് നമുക്ക് വേണ്ടി തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ അവൻ രണ്ടാമത് മേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടുവാൻ സമയം അടുത്തിരിക്കുന്നു. ദൈവമക്കളെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു. സ്തോത്രം. നമുക്കൊരു വീണ്ടെടുപ്പുണ്ട്. സ്തോത്രം. ഇന്ന് വീണ്ടെടുപ്പ് എന്ന് കേൾക്കുമ്പോൾ ഒന്നും എന്ത് ചെയ്യില്ല, ഒരു കയ്യടിയും ഇല്ല, സ്തോത്രവും ഇല്ല, സന്തോഷവും ഇല്ല. സ്തോത്രം. പണ്ടത്തെ അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ എന്ത് ചെയ്യുമെന്ന് അറിയും? വീണ്ടെടുപ്പ് എന്ന് കേട്ടാൽ അവർ നൃത്തം ചെയ്ത് ആരാധിക്കും. കാരണം അവർക്ക് ഇവിടെ ഉള്ളതല്ല കാര്യം, അവിടെ ഉള്ളതാ കാര്യം. മനസ്സിലായല്ലോ തോന്നുന്നു. അവർക്ക് ഇവിടെ ഉള്ളതല്ല കാര്യം. സ്തോത്രം. നമുക്ക് ആ സന്തോഷം വരാത്ത കാര്യം നമുക്ക് UK-യിലുള്ളതാ കാര്യം, ഈ മണ്ണിലുള്ള കാര്യം. വിണ്ണിലുള്ളത് വേണ്ട, മണ്ണിലുള്ളത് മതി. ഇന്ന് പകലിൽ വിണ്ണിലുള്ളത് ഓർത്ത് വിണ്ണിലേക്ക് പോകാൻ സമയം അടുത്തിരിക്കുന്ന ചായ. വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു. പരിശുദ്ധമ്മനെ മുദ്രയിട്ടിരിക്കുന്ന സഹോദര, പരിശുദ്ധമ്മനെ മുദ്രയിട്ടിരിക്കുന്ന സഹോദരി, നിനക്കൊരു വീണ്ടെടുപ്പുണ്ട്. സ്തോത്രം. ആമേൻ. വീണ്ടെടുപ്പ് നടക്കണമെങ്കിൽ എന്തോ വേണം? മുദ്ര വേണം. വചനമ പറയുന്നത് കേട്ടോ, വേറെ ഒന്നും പറയുന്നില്ല. പ്ലസ് മാസ്റ്റർ വേറെ എവിടുന്ന് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. സ്വത്ത് ഇതിലുള്ളതാ പറയുന്നത്. വീണ്ടെടുപ്പ് നടക്കണമെങ്കിൽ എന്തോ വേണം? മുദ്ര വേണം. ഇവിടെ നിന്ന് പൊങ്ങണമെങ്കിൽ നമ്മൾ പാടും. കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞാൻ ഉയർക്കും. പക്ഷെ ഉയർക്കണമെങ്കിൽ മുദ്ര വേണം. എന്തോ വേണം? എന്തിനു മുദ്ര? പരിശുദ്ധാത്മാവിന്റെ മുദ്ര വേണം. നിങ്ങൾ മുദ്രയിട്ടിരിക്കുന്നത് സ്വത്ത് അന്യഭാഷ പറഞ്ഞ് 2-3 അന്യഭാഷ പറഞ്ഞ് ശാസിച്ച് തുപ്പലം തെറിപ്പിച്ച് പോകാനല്ല. ഞായറാഴ്ച വന്ന് അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമല്ല പരിശുദ്ധമാണ് നിങ്ങൾ മുദ്രയിട്ടിരിക്കുന്നത്. പിന്നെ എന്തുവോ? നിങ്ങൾക്കൊരു വീണ്ടെടുപ്പുണ്ട്. ഒരു വീണ്ടെടുപ്പുണ്ട്. ഒരു വീണ്ടെടുപ്പുണ്ട് സഹോദര. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അഭിഷേകം പ്രാപിക്കാത്തവരെല്ലാം അഭിഷേകം പ്രാപിച്ചോണം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കാത്തവരെല്ലാവരും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ചോണം. പരിശുദ്ധാത്മാവ് നിന്നിലില്ലെങ്കിൽ ഈ ദിവസങ്ങൾ അത് പ്രാപിച്ചോണം. കർത്താവിനെ സന്നിധി പ്രാർത്ഥിച്ചോണം. കാരണം മുദ്രയിട്ടവനെ ഇവിടുന്ന് പൊങ്ങത്തുള്ളൂ. മുദ്രയിട്ടവനെ ഇവിടുന്ന് പൊങ്ങത്തുള്ളൂ. പരിശുദ്ധമാന്റെ മുദ്ര പ്രാപിച്ചവനെ ഇവിടുന്ന് പൊങ്ങത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മെ എന്തിനു വേണ്ടി മുദ്രയിട്ടിരിക്കുന്നത്? പരിശുദ്ധാത്മാവിനാൽ. എന്തിനു വേണ്ടി? വീണ്ടെടുപ്പിന് വേണ്ടി നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ ശേഷം സ്തോത്രം 6-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ പൗലോസ് പറയുക, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. സ്തോത്രം. നമുക്ക് എന്തോ വേണം അച്ചായ? ശക്തി വേണം. എങ്ങനെ? ഏത് ശക്തിയാ? ഹോർലിക്സ് കുടിച്ചുള്ള ശക്തിയല്ല, പാലും മുട്ടയും ജിമ്മിൽ പോയിട്ടുള്ള ശക്തിയല്ല. നമുക്ക് അതൊക്കെ മതി. ജിമ്മിൽ പോകുന്നത് തെറ്റാണെന്നും പാൽ കുടിക്കുന്നത് തെറ്റാണെന്നും മുട്ട കഴിക്കുന്നത് തെറ്റാണെന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. സ്തോത്രം. നമുക്ക് ശക്തി പെടണം. ഈ ആത്മീയ ഗോളത്തിൽ നമുക്ക് എന്തോ വേണം? ശക്തി വേണം. നമുക്ക് നിൽക്കണമെങ്കിൽ എന്തോ വേണം സഹോദരി? ശക്തി വേണം. ഞാൻ പറയട്ടെ, എത്ര പേർക്ക് ആ ശക്തിയുണ്ട്? കർത്താവിലും അവന്റെ അമിത ബലത്തിലുമുള്ള ശക്തി. എന്തിനു വേണ്ടി ഈ ശക്തി? അർത്ഥവാക്യം പറയുന്നുണ്ട്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടത്. അപ്പൊ ഈ ശക്തി എന്തിനു വേണ്ടിയാ? കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുന്നത് എന്തിനു വേണ്ടിയാ? പിശാചിനോടും അവന്റെ തന്ത്രങ്ങളോടും എതിർത്ത് നിൽക്കാനാ. നമ്മളെങ്ങനെയാ? അവരുടെ തന്ത്രങ്ങൾ എതിർത്ത് നിൽക്കുകയാണോ? അത് കുഴപ്പമില്ല. പിശാചിന്റെ തന്ത്രങ്ങളോട് എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. പിശാച് ഒരുക്കുന്ന തന്ത്രങ്ങൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. പിശാച് ഒരുക്കുന്ന തന്ത്രങ്ങൾ തിരിച്ചറിയണം. ദൈവമക്കളെ എല്ലാം ഒന്നും നല്ലതൊന്നുമല്ല. ഇത് തിരിച്ചറിയുള്ള ദൈവകൃപ പ്രാപിച്ചോണം ഈ ദിവസങ്ങളിൽ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് സ്തോത്രം സർവായുധ വർഗം ധരിച്ചു കൊള്ളുവീൻ. അർത്ഥവാക്യം പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് അമ്മാമേ സിസ്റ്ററെ
പോരാട്ടമുണ്ട്. എന്തോ ഉണ്ട്? പോരാട്ടമുണ്ട്. അതിന് ജയിച്ചോണം. നീ അതിന് ജയിച്ചോണം. എനിക്കറിയാം, ഇതെന്ന് കേട്ടിട്ട് അമ്മ സ്തോത്രം. അമ്മ ഞാൻ പറഞ്ഞില്ല, ഇത് വേറൊരു ലെവലിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ. അമ്മ സ്തോത്രം. ഇത് കേൾക്കുമ്പോൾ അത്ര സുഖമായിട്ട് തോന്നത്തില്ല, കയ്യോടി സ്തോത്രം ഒന്നും വരത്തില്ല. പക്ഷേ അമ്മ ചില മേഖലകളെ കർത്താവ് വെട്ടിക്കൊണ്ടിരിക്കുക. ഇന്നലെ രാത്രി പരിശുദ്ധമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ചില മേഖലകളെ കർത്താവ് വെട്ടിക്കൊണ്ടിരിക്കുക. നീ വചനം പറയുമ്പോൾ ചിലത് വെട്ടി താഴെ വീഴുന്നതായിട്ട് കാണുന്നു. ഈ വചനം ഇവിടെ പറയുമ്പോൾ ചില മേഖലകൾ പിശാച് വെട്ടി താഴെ വീഴുന്നു. പിശാചിന്റെ പദ്ധതികൾ വെട്ടി താഴെ വീഴുന്നു. ഇന്ന് പകൽ വിശ്വസിക്കുന്ന കരങ്ങൾ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്ത്. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്ക്. പിശാചിന്റെ തന്ത്രങ്ങളോട് പോരാട്. ഈ വചനം ഇവിടെ പറയുമ്പോൾ ചില മേഖലകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. ഈ വചനത്തിന് റിസീവ് ചെയ്തോണോ, ഈ വചനത്തിന് ഏറ്റെടുത്ത് ആരാധിച്ചോണോ. ഈ വചനം ഇവിടെ പ്രസംഗിക്കുമ്പോൾ, ഈ വചനം ഇവിടെ പ്രസ്താവിക്കുമ്പോൾ നിനക്കെതിരെ എഴുന്നേറ്റ് നിൽക്കുന്ന പൈശാചിക മേഖലകൾ തകരുന്നു. തകരുന്നു 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 തകരുന്നു. സഹോദരങ്ങളെ, നമുക്ക് എന്തുകൊണ്ട്? പോരാട്ടമുണ്ട്. അത് ഭാര്യയോടല്ല. ആരോ അമ്മയും പറഞ്ഞേ. നമുക്ക് പോരാട്ടമുള്ളത് ഭർത്താവിനോടല്ല. നമുക്ക് പോരാട്ടമുള്ളത് കുഞ്ഞുങ്ങളോടല്ല. പക്ഷെ അങ്ങനെ പോരാടുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, എന്തൊക്കെയോ സംതിങ് ഉണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർഗ്ലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അപ്പൊ നമുക്ക് പോരാട്ടമുള്ളത് ജഡത്തോടല്ല, ഭാര്യയോടല്ല, മക്കളോടല്ല, പാസ്റ്ററോടല്ല, സഭയോടല്ല. അങ്ങനെ കാര്യങ്ങൾ പോരാടുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, അതിന് പുറകിൽ ഏതൊക്കെ വ്യാപരിക്കുന്ന ഇരുളിന്റെ ശക്തികളുണ്ട്. അതിൻ്റെ യഥാർത്ഥമായ ട്രാൻസ്ലേഷനിൽ ഞാൻ വായിച്ചപ്പോൾ അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മകളുടെ ദുരാത്മാക്കൾക്കെതിരെയാണ് നമുക്ക് പോരാട്ടം. ഒന്നുകൂടെ ഞാൻ പറയാം. സ്തോത്രം. നമുക്ക് പോരാട്ടമുള്ളത് മാംസത്തിനും രക്തത്തിനും എതിരെയായിട്ടല്ല. നമുക്ക് പോരാട്ടമുള്ളത് പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മകളുടെ ദുരാത്മാക്കൾക്കെതിരാണ് നമുക്കെതിരെ പോരാട്ടം. സ്തോത്രം. ദുരാത്മ മണ്ഡലങ്ങളോടാണ് ദൈവമക്കൾക്ക് പോരാട്ടം. ദുരാത്മ മണ്ഡലങ്ങളോടാണ് ദൈവമക്കൾക്ക് പോരാട്ടം. ഇന്ന് പകല് ദൈവമക്കളെ, നമുക്ക് മേളിലായി ചില ദുരാത്മ മണ്ഡലങ്ങൾ വ്യാപരിക്കുന്നുണ്ട്. നമ്മുടെ താമസിക്കുന്ന ഇടങ്ങളിൽ, നമ്മൾ ആയിരിക്കുന്ന മേഖലകളിൽ ദുരാത്മ മണ്ഡലങ്ങൾ വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് പകല് അതിനോടാവട്ടെ നമ്മുടെ പോരാട്ടം. ദുരാത്മ മണ്ഡലങ്ങൾ ഇന്ന് പകല് തകരണം. ദുരാത്മ മണ്ഡലങ്ങൾ ഇന്ന് പകൽ തകരണം. ഇന്ന് പകൽ അതിനോട് പോരാടുവാൻ എത്ര പേർ തയ്യാറാ? അതിനോട് പോരാടി ജയിപ്പാൻ എത്ര പേർ തയ്യാറാ? ഇന്ന് പകൽ അതിനൊന്ന് പോരാടിയേ, ആത്മാവിൽ അതിനൊന്ന് പോരാടിയേ. ഇന്ന് പകലിൽ പോരാടി ജയിച്ചാട്ടെ. സ്തോത്രം, സ്തോത്രം. നമുക്ക് പോരാട്ടമുള്ളത് ദുരാത്മ മണ്ഡലങ്ങളോട്. ദുരാത്മ മണ്ഡലങ്ങളോട്. നമ്മൾ കാണാത്ത മണ്ഡലം അത്. നമ്മൾ ആ മണ്ഡലങ്ങളെ കണ്ട് എന്ത് ചെയ്യണം? വെട്ടിക്കണം ദിവസങ്ങളിൽ. നിന്റെ ആത്മീയ വളർച്ചയ്ക്ക് വിരോധമായി, നിന്റെ ആത്മീയതയ്ക്ക് വിരോധമായി, പ്രാർത്ഥനാ ജീവിതത്തിന് വിരോധമായി, ആരാധന ജീവിതത്തിന് വിരോധമായി
നിന്റെ നന്മയ്ക്ക് വിരോധമായി, നിന്റെ അനുഗ്രഹത്തിന് വിരോധമായി. ഇത് പ്രസംഭാഷ കൈകൊട്ടാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ. അമ്മ, ഞാൻ ഇത് വ്യക്തമായി കണ്ടുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നത്, ഇത് വ്യക്തമായി ദർശിച്ചുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നത്. ഇതിനെതിരെയൊക്കെ പോരാടുന്ന ചില പോരുകളുണ്ട്, ഇതിനൊക്കെതിരെ പോരാടുന്ന ചില ദുരാത്മ മണ്ഡലങ്ങളുണ്ട് സഹോദരി. ഇതിനൊക്കെ എതിരെ പോരാടുന്ന ചില ദുരാത്മ മണ്ഡലങ്ങളുണ്ട്. അതിനെതിരെ പോരാടി ജയിച്ചോണം, പോരാടി ജയിച്ചോണം, പോരാടി ജയിച്ചോണം. നീ പോരാടിയില്ലെങ്കിൽ അത് നിന്നെ കൊണ്ട് പോകത്തുള്ളൂ കേട്ടോ. നിന്റെ ആത്മീയതയെ അത് ബാധിക്കും, നിന്റെ പ്രാർത്ഥന ജീവിതത്തെ അത് ബാധിക്കും, നിന്റെ ആരാധന ജീവിതത്തെ അത് ബാധിക്കും. ഇന്ന് പകല് ആ മേഖലകളെ ഒന്ന് ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിച്ച്, ആ മേഖലകളൊന്ന് ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിച്ച്, നിന്റെ ആത്മീയതയ്ക്ക് വിരോധമായി, നിന്റെ പ്രാർത്ഥന ജീവിതത്തിന് വിരോധമായി, നിന്റെ നന്മയ്ക്ക് വിരോധമായി, നിന്റെ അനുഗ്രഹത്തിന് വിരോധമായി, നിന്റെ ഉയർച്ചയ്ക്ക് വിരോധമായി നിൽക്കുന്ന ദുരാത്മ മണ്ഡലങ്ങളെ കണ്ടുകൊണ്ട് ഒന്ന് ദൈവസന്നിധിയിൽ ശാസിച്ച് പ്രാർത്ഥിച്ചേ. ഇന്ന് പകലിൽ അമ്മ, അഴിയേണ്ട മണ്ഡലങ്ങൾ അഴിയപ്പെടട്ടെ, അഴിയേണ്ട മണ്ഡലങ്ങൾ അഴിയപ്പെടട്ടെ, തകരേണ്ട മണ്ഡലങ്ങൾ തകരപ്പെടട്ടെ, തകരേണ്ട മണ്ഡലങ്ങൾ തകരട്ടെ, തകരേണ്ട മണ്ഡലങ്ങൾ തകരട്ടെ. ദൈവമക്കളുടെ അനുഗ്രഹത്തിന് വിരോധമായി, ദൈവമക്കളുടെ നന്മയ്ക്ക് വിരോധമായി, ദൈവമക്കളുടെ ഉയർച്ചയ്ക്ക് വിരോധമായി, അവരുടെ സാമ്പത്തിക നന്മകൾക്ക് വിരോധമായി, അവരുടെ ആത്മീയ ജീവിതത്തിന് വിരോധമായി, അവരുടെ ആരാധനയ്ക്ക് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന ദുരാത്മ മണ്ഡലങ്ങളെ നാസറേനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയിച്ചേ, ജയിച്ചെന്ന് പകലിൽ, ജയിച്ചെന്ന് പകലിൽ ഒന്ന് അതിലൊക്കെ ഒന്ന് ജയിക്കേ. അഭിഷേകത മകളിൽ ജയിക്കേ. ധനം 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 ഇത് മകൾ ജയിച്ചോ. നിന്റെ ഉയർച്ചയ്ക്ക് വിരോധമായി, നിന്റെ നന്മയ്ക്ക് വിരോധമായി, നിന്റെ അനുഗ്രഹത്തിന് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന ദുരാത്മ മണ്ഡലങ്ങൾ അഴിയട്ടെ, തകർന്നു മാറട്ടെ, തകർന്നു മാറട്ടെ, തകർന്നു മാറട്ടെ. ഇന്ന് പകൽ ശത്രുവിനോട് എതിർത്ത് നിൽക്ക്, പിശാചിന്റെ നേതൃത്വം നിൽക്ക്, പിശാചിന്റെ നേതൃത്വം നിന്ന് എതിർത്ത് നിന്ന് എതിർത്ത് നിന്ന് നീ പോരാടി ജയിക്കണം. ഈ ദിവസങ്ങളിൽ പോരാടി ജയിക്കണം, പോരാടി ജയിക്കണം. എനിക്കറിയാം ചില വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കുക, ചില മേഖലകൾ ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ചിലരൊക്കെ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ചില മേഖലകളൊക്കെ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ചില ദുരാത്മ മണ്ഡല മേഖലകളൊക്കെ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാനത് കർത്താവിൽ ദർശിക്കുന്നു, ആത്മാവിൽ ഞാനത് ദർശിക്കുന്നു. ചില മേഖലകളിൽ ദുരാത്മ മണ്ഡലങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചിലതിനെ കർത്താവ് വെട്ടി താഴെയിട്ടുകൊണ്ടിരിക്കുക, ചിലതിന് വെട്ടി കർത്താവ് താഴെയിട്ടുകൊണ്ടിരിക്കുക, ചില മേഖലകളെ കർത്താവ് വെട്ടി താഴെയിട്ടുകൊണ്ടിരിക്കുക. ഇന്ന് പകല കരങ്ങളൊക്കെ ഒന്ന് ചേർത്തടിച്ച് ആ മണ്ഡലങ്ങളൊന്ന് ജയിച്ചാട്ടെ. അതിരങ്ങളൊക്കെ തുറന്ന് അന്യഭാഷ ഭരം ലഭിച്ചിട്ടുള്ളവർ, ആത്മാവിൻ്റെ ശക്തി അനുഭവിച്ചിട്ടുള്ളവർ ഇന്ന് പകൽ അതിനൊന്ന് ജയിച്ചാട്ടെ. ഊറം ധനം 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 ധനം. ഓ ഇത് പകല് കത്തട്ടെ. അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഈ മണ്ഡലങ്ങളെ നമ്മൾ ജഡം കൊണ്ട് പോരാടാൻ നോക്കിയാൽ നടക്കത്തില്ല. ഇതിന് ജയിക്കണം. നിങ്ങൾക്ക് ജയിക്കണ്ടേ? ജയിക്കണം. ജയിച്ചാൽ ഒരു വിടുതലുണ്ട്. ജയിച്ചാൽ സഭയുടെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തും. ജയിച്ചാൽ സഭയുടെ അനുഭവം അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തും. വിശാലതയിലേക്ക് ദൈവം നയിക്കും. ജഡം കൊണ്ട് ഇതിനെ ജയിക്കാൻ പറ്റത്തില്ല. പിന്നെയോ സ്തോത്രം. അടുത്ത വാക്യം പറയുന്നു: ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല. അടുത്തത്: കോട്ടകളെ തകർപ്പാൻ നിന്റെ മേൽ വ്യാപരിക്കുന്ന ആ കർത്താവിൻ്റെ അമിതബലം, ആ കർത്താവിൻ്റെ ശക്തി. സ്തോത്രം. കോട്ടകളെ തകർപ്പാൻ ശക്തിയുള്ളതാ. സ്തോത്രം. തകർക്കാൻ ശക്തി ഉണ്ടാച്ചാ നിങ്ങൾക്ക്? പിശാച് ഒരുക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഓലപ്പാമ്പിൻ്റെ കാണുമ്പോൾ പേടിച്ചു പോകുന്നതല്ല നമ്മൾ. ഓലപ്പാമ്പ് കാണിക്കുമ്പോൾ നീ പേടിച്ചു പോകരുത്. ഇന്ന് പകലിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നീ പേടിച്ചു പോകരുത്.
പ്രതിസന്ധികൾ വരുമ്പോൾ നീ തളർന്നു പോകരുത്. പ്രശ്നങ്ങൾ വരുമ്പോൾ നീ തളർന്നു പോകരുത്. ആമേൻ, 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 ആമേൻ. ഞെരുക്കങ്ങൾ വരുമ്പോൾ നീ തളർന്നു പോകരുത്. ജീവിതത്തിൽ ഒന്നിടവിട്ട് ഓരോ പ്രതിസന്ധികളിലൂടെ നീ കടന്നു പോകുമ്പോൾ ആമേൻ, നീ തളർന്നു പോകരുത്. നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം കോട്ടകളെ തകർപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളത്. ഇന്ന് പകൽ നിന്റെ മേലൊരു ശക്തിയുണ്ട്, നിന്റെ മേൽ അഭിഷേകമുണ്ട്, നിന്റെ മേലൊരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. ആ അഭിഷേകത്തിന്റെ ശക്തിയാൽ, ആ ആത്മാവിന്റെ ശക്തിയാൽ നീ കോട്ടകളെ ഇടിച്ചു കളയണം. നമ്മൾ പാടി ആരാധിച്ചാർക്കിടുമ്പോൾ വാതിലുകൾ തുറക്കും, എരിഹോ മതിലിടിയും, അത്ഭുതങ്ങൾ നടക്കും. അച്ഛാ അമ്മാമേ, ഇത് നമ്മൾ പാടും അല്ലേ? പക്ഷെ എരിഹോ മതിലിടിക്കാനുള്ള അഭിഷേകം നിന്റെ മേലുള്ളത്, എരിഹോ മതിലിടിപ്പാനുള്ള അഭിഷേകം നിന്റെ മേലുള്ളത്. ഇന്ന് പകൽ നീ മനസ്സിലാക്കാതെ പോകരുത്. ഈ പ്രശ്നത്തെ അതിജീവിപ്പാനുള്ള അഭിഷേകം അച്ഛൻ്റെ മേലുണ്ടെന്ന്. ആമേൻ, ആമേൻ. വിശ്വസിക്കുന്നുണ്ടോ? ഈ കോട്ടകളെ തകർപ്പാൻ നിന്റെ മേൽ ഈ അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് പകൽ അത് കണ്ട് തിരിച്ചറിഞ്ഞ് അതിനെതിരെ പോരാടിക്കോണോ? ആമേ, അതിനെതിരെ നീ പോരാടിക്കോണോ? ആമേ, നിന്റെ ജഡ കൊണ്ടോ, നിന്റെ സമ്പത്തിന്റെ അഭിവൃദ്ധി കൊണ്ടോ, നിന്റെ സമ്പാദ്യം കൊണ്ടോ, നിന്റെ ആരോഗ്യം കൊണ്ടോ ഇതിനെ ജയിപ്പാൻ നിനക്ക് കഴിയത്തില്ല. നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്താൽ ചില മേഖലകളെ നീ ജയിച്ചോണം. അമ്മേ, ജയിക്കണം. അതുകൊണ്ടാ അമ്മേ സ്തോത്രം. യാക്കോബ് പറയുന്നത്, യാക്കോബിന്റെ പുസ്തകം ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം പറയുന്നു, ആകയാൽ, ആ വാക്യം വായിച്ചാട്ടെ. എന്തോ ആർക്കാ കീഴടങ്ങേണ്ടത്? നമ്മൾ ആർക്കാ കീഴടങ്ങുന്നത്? ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എൻ്റെ കർത്താവേ, ഇത് എന്നെ കൊണ്ട് ഈ പ്രശ്നം എന്നെ കൊണ്ട് നീ കീഴടങ്ങേണ്ടത് നിന്റെ പ്രശ്നത്തിലല്ല നീ കീഴടങ്ങേണ്ടത്, ദൈവത്തിന് കീഴടങ്ങണം. നിങ്ങൾ ഈ വചനത്തിൻ്റെ വെളിപ്പാടുകളിലേക്ക് കടന്നു വരണം. ഈ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നിങ്ങൾ കടന്നു വരണം. ദൈവദാസന്മാരെ, ദൈവമക്കളെ, നമ്മൾ ഒരിക്കലും പിശാചൊരുക്കുന്ന യാതൊരു ആയുധങ്ങൾക്കും നമ്മൾ കീഴടങ്ങരുത്. സ്തോത്രം. ദൈവത്തിന് ചെയ്യണം. ഇത് വരുമ്പോൾ എവിടെ കീഴടങ്ങണം? ദൈവസന്നിധി കീഴടങ്ങണം. അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ അവൻ്റെ ബലമുള്ള കൈ കീഴിൽ താന്നിരിപ്പീൻ. ആമേൻ. ദൈവത്തിന് കീഴടങ്ങുവിൻ. അടുത്ത വാക്യം എന്ത് ചെയ്യണം? എഴുത്ത് നിൽക്കണം, എതിർക്കണം. നമ്മൾ എതിർപ്പൊക്കെ കാണിക്കുന്ന പാസ്റ്ററോടും ഭാര്യയോടും അമ്മയോടും അപ്പനോടും ഒക്കെയല്ലേ. പിശാചിനോട് എതിർക്കണം. നീ എതിർത്ത് നിന്നാൽ എന്ത് സംഭവിക്കും? നീ പിശാചിനോട് എതിർത്ത് നിന്നാൽ പിശാച് എന്ത് ചെയ്യും? പറ, വിശ്വാസത്തിൽ പറഞ്ഞേ. ഓടിപ്പോകും. ഈ പ്രശ്നങ്ങൾ ഓടിപ്പോകും. പിശാച് കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ ഓടിപ്പോകും. വിശ്വാസത പറഞ്ഞേ, ഇത് ഓടിപ്പോകും. ഇത് അധികകാലമൊന്നും ഇല്ല കേട്ടോ. ഇത് അധികകാലമൊന്നും നിന്നെ അലട്ടത്തില്ല. ഇത് നിന്നെ അധികകാലമൊന്നും അലട്ടത്തില്ല. ഇത് വിട്ട് ഓടിപ്പോകും കേട്ടോ. പിശാച് ഒരുക്കുന്ന തന്ത്രങ്ങൾ നിന്നെ വിട്ട് ഓടിപ്പോകും. പിശാച് ഒരുക്കുന്ന പദ്ധതികൾ നിന്നെ വിട്ട് ഓടിപ്പോകും. ഇത് മകൻ വിശ്വാസത ആമേ പറഞ്ഞാട്ടെ. പിശാച് ഒരുക്കുന്ന പദ്ധതികൾ നിന്റെ ജോലിക്ക് വിരോധമായി, നിന്റെ നന്മയ്ക്ക് വിരോധമായി, നിന്റെ അനുഗ്രഹത്തിന് വിരോധമായി, നിന്റെ ആത്മീയതയ്ക്ക് വിരോധമായി, നിന്റെ പ്രാർത്ഥന ജീവിതത്തിന് വിരോധമായി, നിന്റെ ആരാധന ജീവിതത്തിന് വിരോധമായി, നിന്റെ കുടുംബജീവിതത്തിന് വിരോധമായി പൊങ്ങി വീഴുന്ന ദുഷ്ടന്റെ തന്ത്രങ്ങൾ ഓടിപ്പോകും. നീ എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കുക. എന്നാൽ
അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നമുക്ക് എന്തിനോടാണ് പോരാടേണ്ടത്? നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ഉയർത്തിയാട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. എന്തിനോടാണ് നമ്മൾ പോരാടേണ്ടത്? എബ്രായ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, വായിച്ചാട്ടെ. എബ്രായ ലേഖനം 12-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഒന്ന്, നമ്മൾ പോരാടേണ്ടത് പാപത്തോട് എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? പാസ്റ്ററെ, ഇന്ന് ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട വചനം കേട്ട് സന്തോഷിച്ച് പോകാൻ വേണ്ടി വന്നതാ. പാസ്റ്റർ ഇങ്ങനെ ഒന്ന് പ്രസംഗിച്ചിട്ട് പോകരുത്. സ്തോത്രം. നിങ്ങളോടുള്ള ദൈവത്തിന്റെ ആലോചനയാണ്. പാപത്തോട് എന്ത് ചെയ്യണം? പോരാടണം. നമ്മൾ പോരാടേണ്ടത് ഒന്ന്, അത് എത്രത്തോളം പോരാടണം? പ്രാണത്യാഗത്തോളം എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. അങ്ങനെ എഴുതിയിരിക്കുന്നേ വാക്യം വായിച്ച്, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണൻ പോകുന്നതോളം പാപത്തോട് എന്ത് ചെയ്യരുത്? എതിർത്ത് നിൽക്കണം. സ്തോത്രം. എപ്പോഴാ? മരണം വരെയും പാപത്തോട് എതിർത്ത് നിൽക്കണം. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിക്കൽ കിടക്കുന്നു. പാപം എവിടെ കിടക്കുന്നേ? വാതിക്കല. ഈ പാപത്തോട് എന്ത് ചെയ്യണം? നീ പോരാടണം. എത്രത്തോളം പോരാടണം? മരണം വരെയും പോരാടിക്കൊണ്ടിരിക്കണം. പാപം വാതിക്കൽ കിടക്കുന്നു. അതിന്റെ ആഗ്രഹം, പാപത്തിന്റെ ആഗ്രഹം അപ്പുറത്തെ തോമാച്ചാന്റെ വീട്ടിലോ തോമാച്ചാനോടോ ഇപ്പുറത്തെ അവറാച്ചാന്റെ വീട്ടിലോടോ ഒന്നും അല്ല. പാപത്തിന്റെ ആഗ്രഹം നിന്നോടാ. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ സത്യത്തിൽ ആരാധിക്കുന്ന ദൈവത്തിനോടാണ് പാപത്തിന് പോരാട്ടം ഉള്ളത്. അങ്ങനെയുള്ളവരുടെ പോരാട്ടം ഉള്ളൂ. പാസ്റ്റർ, എനിക്കിതൊരു കുഴപ്പമില്ലാതിന്റെ പുറകിൽ സ്തോത്രം. അപ്പൊ പാപത്തോട് പോരാടണം. പാപം എവിടെ കിടക്കുന്നു? വാതിക്കൽ കിടക്കുന്നു. അതിനാഗ്രഹം നിങ്കലാകുന്നു. നീ അതിനെന്ത് ചെയ്യണം? കീഴടക്കണം. പാപത്തെ കീഴടക്കണം. പാപ സ്വഭാവങ്ങൾ എന്ത് ചെയ്തോണം? കീഴടക്കണം. കീഴടക്കാൻ പറ്റുന്നുണ്ടോ? കീഴടക്കാൻ പറ്റുന്നുണ്ടോ? കീഴടക്കണം. പാപത്തെ നീ എന്ത് ചെയ്യണം? കീഴടക്കണം. സ്തോത്രം ചെയ്യുന്നു. റോമാലേഖനത്തിലേക്ക് വന്നാട്ടെ. റോമാലേഖനം 7-ാം അധ്യായം 22-23 വാക്യങ്ങൾ വായിച്ചാട്ടെ. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. അടുത്തത്, എങ്കിലും എന്റെ ബുദ്ധിയോട് പോരാടുന്ന വേറൊരു പ്രമാണം എവിടെ കാണുന്നു? എന്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എന്റെ അവയവങ്ങളുള്ള പാപ പ്രമാണത്തിന് എന്ത് ചെയ്യുന്നു? എന്നെ ബദ്ധനാക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് ഉള്ളം കൊണ്ടെന്നൊക്കെ, ഉള്ളം കൊണ്ട്, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട്. ഈ ബുദ്ധിയുടെ പ്രമാണത്തോട് ഉള്ളം കൊണ്ട് എന്ന് പറയുന്ന ഭാഗങ്ങൾ സ്തോത്രം യഥാർത്ഥ ഭാഷാന്തരത്തിൽ ഇംഗ്ലീഷിലൊക്കെ കൊടുത്തിരിക്കുന്നത് ഇന്നർ മാൻ എന്ന, അകത്തെ മനുഷ്യന്. അപ്പോൾ അകത്തെ മനസ്സുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുക. സന്തോഷമുള്ള കാര്യങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഞാൻ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ആരുമില്ലല്ലോ. സ്തോത്രം. പോട്ടെ. അകത്തെ മനുഷ്യൻ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്നു. എങ്കിലും എൻ്റെ അകത്തെ മനുഷ്യന്റെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം.
അത് എൻ്റെ എവിടെ കാണുന്നത്? അവയവങ്ങൾ. അപ്പൊ പാപം പോരാടുന്നത് എവിടെയാ? നമ്മുടെ അവയവങ്ങളില്ല. അവിടെ പറഞ്ഞു കണ്ടോ, എൻ്റെ അവയവങ്ങളുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി. അപ്പൊ ഈ പാപം നമ്മൾ എന്ത് ചെയ്യുന്നു? അവയവങ്ങളിലൂടെ പോരാടി ആ അവയവങ്ങൾ എന്ത് ചെയ്യുന്നു? ബദ്ധനാക്കുന്നു. എന്ന് പറഞ്ഞാൽ കീഴടക്കുന്നു. സ്തോത്രം. പാപം നമ്മെ എന്ത് ചെയ്യുന്നു? കീഴടക്കുക. സ്തോത്രം. കീഴടക്കുക. നമ്മൾ കീഴടങ്ങരുത്. അതാ അമ്മ നേരത്തെ അമ്മ സ്തോത്രം കായരോട് പറഞ്ഞത്. അതിൻ്റെ ആഗ്രഹം നിന്നോടാ. പക്ഷെ നീ അതിനെന്ത് ചെയ്യണം? അത് നിന്നെ കീഴടക്കരുത്. നീ അതിനെ കീഴടക്കണം. നീ അതിനെ കീഴടക്കണം. ഇന്ന് പകലിൽ പാപത്തോട് പോരാടുന്നതിൽ യാതൊരു അമ്മ സ്തോത്രം ചെയ്യുന്നു. അമേൻ 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 ഒഴിവുകേടും വിചാരിക്കരുത്. നീ എന്ത് ചെയ്യണം? പോരാടിക്കോണം. പോരാടിക്കോണം. അത് പോരാടിയില്ലെങ്കിൽ അത് നിന്റെ അവയവങ്ങളിലൂടെ ബാധിക്കും. അവയവങ്ങളിലൂടെ വ്യാധിച്ച് നിന്നെ അത് പിന്നെ ബദ്ധനാക്കി കളയും. പിന്നെ നിന്നെ ആത്മീയ ഗോളത്തിൽ നിന്ന് തട്ടിക്കളയും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോടെ എതിർത്ത് നിൽക്കുക. സ്തോത്രം. നിന്റെ തൊക്കിലൂടെ, നിന്റെ കണ്ണിലൂടെ, നിന്റെ കരത്തിലൂടെ അമ്മ സ്തോത്രം ചെയ്യുന്നു. നിന്റെ അമ്മ കാലിലൂടെ അമ്മ സ്തോത്രം. പിശാച് പ്രവർത്തിപ്പാൻ സാധ്യതയുണ്ട്. പിശാച് പ്രവർത്തിപ്പാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ അതിനെ കീഴടക്കണം. നീ അതിനെ കീഴടക്കണം. ആ പൈശാചിക മേഖല നീ കീഴടക്കണം. ആ ദുരമ്മ മണ്ഡലങ്ങളിൽ നീ പോരാടണം. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കുക. സ്തോത്രം. അപ്പൊ ഒന്നാമത് എന്ത് ചെയ്യണം? എന്തിനോട് പോരാടണം? പാപത്തോട് പോരാടണം. പാപത്തോട് പോരാടണം. അമ്മ സ്തോത്രം. രണ്ടാമത് 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 5-ാമത്തെ വാക്യം. അടുത്തതായുള്ള പോരാട്ടം. ആകയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. അപ്പോൾ രണ്ടാമത് പോരാടേണ്ടത് നിന്റെ മനസ്സിനോടും നിന്റെ ചിന്താമണ്ഡലങ്ങളോടും പോരാടുന്ന പോരുകളോട് നീ പോരാടണം. ഒരിക്കൽ കൂടെ ഞാൻ പറയാം. നിന്റെ ചിന്തകളോടും നിന്റെ മനസ്സിനോടും പോരാടുന്ന പോരാട്ടങ്ങളുണ്ട്. ആ ദുരാത്മ മണ്ഡലങ്ങളെ നീ പോരാടി ജയിക്കണം. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് കണ്ടോ? ആമേ സ്തോത്ര. സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളും, ഏത് വിചാരത്തെയും എന്ത് ചെയ്യണം? ക്രിസ്തുവിനുള്ള അനുസരണത്തിനായി നീ എന്ത് ചെയ്യണം? പിടിച്ചെടുക്കണം. ഈ പിശാച് പ്രവർത്തിക്കുന്നത് ആമേ സ്തോത്രം നമ്മുടെ മനസ്സിനോടാ. എന്തുവാ? മനസ്സിലാ. അതാണ് പറയുന്നത്. ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന സങ്കല്പങ്ങളും വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും, നിന്നെ ഉള്ളി പൊങ്ങി വരുന്ന ഏത് വിചാരത്തെ എന്ത് ചെയ്യണം? പിടിച്ചെടുക്കണം. എന്ത് ചെയ്യണം വെച്ചാ? പിടിച്ചടക്കണം. നമ്മെ കൊണ്ട് പറ്റണത്. ചിന്താമണ്ഡലങ്ങൾ ഉയർന്നു വരുന്ന ചിന്തകളെ നീ പിടിച്ചടക്കണം. അത് മരണചിന്തയായിരിക്കാം, അത് ആത്മഹത്യ ചെയ്യാനുള്ള ചിന്തയായിരിക്കാം, അമ്മ ജീവിതം മതി എന്ന് വയ്ക്കുന്ന ചിന്തയായിരിക്കാം. അമ്മ സ്തോത്രം ചെയ്യുന്നു. അമ്മ അതുപോലെ 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 കുടുംബ അമ്മ ബന്ധത്തിൽ അമ്മ കൊണ്ടിടുന്ന ചിന്തകളായിരിക്കാം. അതിന് നീ എന്ത് ചെയ്യണം? പിടിച്ചടക്കണം. പിടിച്ചടക്കണം. അമ്മ സ്തോത്രം. ആമേൻ. അങ്ങനെ ചിന്താമണ്ഡലങ്ങളിൽ അമ്മ സ്തോത്രം വ്യാപരിച്ചൊരു അമ്മ പിശാച് വ്യാപരിച്ചൊരു വ്യക്തിയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിച്ചേ. യോഹന്നാൻ 13:2. തോന്നിച്ചു. ആര്? പിശാച്. എന്ത് ചെയ്തു? തോന്നിച്ചു. തോന്നല പല വിഷയങ്ങൾക്കും അല്ലേ? തോന്നലാണ് ചില കുടുംബ തകർച്ചയ്ക്ക്
കാരണം ഭാര്യ അങ്ങനെയാണെന്ന് തോന്നുന്നു, ഭർത്താവ് ഇങ്ങനെയാണെന്ന് തോന്നുന്നു. സംശയം. അത് എവിടെ കൊണ്ടിടുന്നത്? നിന്റെ ചിന്താമണ്ഡലങ്ങളെ കൊണ്ടിടുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അത് എവിടെ കൊണ്ടിടുന്നത്? നീ എന്തിനാ അതിനെ പിടിച്ചടക്കണം, പിടിച്ചടക്കണം. ആ പോരാട്ടത്തെ എന്ത് ചെയ്യണം? നീ പിടിച്ചടക്കണം. ആ ദുരാത്മ മണ്ഡലത്തിൽ നീ എന്ത് ചെയ്യണം? ഇന്ന് UK അമ്മ സ്തോത്രം ഡൈവേഴ്സ് എന്ത് ചെയ്യുന്നു? കൂടിക്കൊണ്ടിരിക്കുക. UK മാത്രമല്ല, നാട്ടിലും ഇതൊക്കെ തന്നെയാണ്. പെന്തിക്കോസ്തരുടെ ഇടയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കാരണം എന്തുവാ? സംശയം. നീ എന്ത് ചെയ്യണതിനെ? പിടിച്ചടക്കണം. പറഞ്ഞേ, ഞാൻ അതിന് പിടിച്ചടക്കും, ഞാൻ പിടിച്ചടക്കും. ഇന്ന് പകൽ എൻ്റെ മനസ്സിനോട്, എൻ്റെ ചിന്താമണ്ഡലങ്ങളോട് പോരടിക്കുന്ന പോരുകളെ ക്രിസ്തുവിൻ്റെ അനുസരണമായിട്ട് ഞാൻ ഇതിന് എന്ത് ചെയ്യുന്നു? പിടിച്ചടക്കുന്നു. ആരാധിക്കാൻ സമ്മതിക്കത്തില്ല അല്ലേ? ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ ചിന്തകളാ. വീട്ടിനെ കുറിച്ച് ചിന്ത, മക്കളെ കുറിച്ചുള്ള ചിന്ത, അമ്മ സ്തോത്രം, ജോലിയെക്കുറിച്ചുള്ള ചിന്ത, മറ്റു പല ചിന്തകൾ. ഈ ചിന്തകളെ നീ പിടിച്ചടക്കണം. പിടിച്ചടക്കിയാലേ നിനക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. ഈ ചിന്തകളെ പിടിച്ചടക്കിയാലേ നിനക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. ഈ ദിവസങ്ങളിൽ നിന്റെ ചിന്തയ്ക്ക് വിരോധമായി, നിന്റെ ബുദ്ധിക്ക് വിരോധമായി നിന്റെ ഹൃദയത്തിനകത്ത് കൊണ്ടിടുന്ന ചിന്തകൾ. അതുകൊണ്ടാ സ്തോത്രം ഏലിയ പറയുന്നത്, ഇനി എനിക്ക് മരിച്ചാൽ മതി. ഉള്ളിൽ ചിന്ത കൊണ്ടിട്ടു. ആ സാഹചര്യങ്ങളിൽ പിശാച് എന്ത് ചെയ്തു? ചിന്ത കൊണ്ടിടുന്നു. അങ്ങനെയുള്ള മേഖലകൾ നീ ജയിച്ചോണം. അങ്ങനെയുള്ള മേഖലകളെ സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ ജയിച്ചോണം. ചിന്തകൾ കൊണ്ടിടുമ്പോൾ പറഞ്ഞോണം, പിശാചേ, അതിന് ഞാൻ ഇന്ന് പകൽ കീഴടക്കുന്നു. ഇന്ന് പകൽ ചിന്താമണ്ഡലങ്ങളിൽ പോരടിക്കുന്ന പോരുകൾ അഴിഞ്ഞു മാറട്ടെ. ചിന്താമണ്ഡലങ്ങളിൽ പോരടിക്കുന്ന പോരുകൾ അഴിയട്ടെ. ചിന്താമണ്ഡലങ്ങളിൽ പോരടിക്കുന്ന പോരുകൾ അഴിയട്ടെ. ചിന്താമണ്ഡലങ്ങളിലൂടെ നിന്റെ ആത്മീയതയെ തകർക്കുന്ന, നിന്റെ കുടുംബജീവിതത്തെ തകർക്കുന്ന, നിന്റെ ഭൗതികതയെ തകർക്കുന്ന ആ ഇരുളിന്റെ ശക്തികൾ ഇന്ന് പകലിൽ തകരട്ടെ. അപ്പൊ ഒന്ന്, പാപത്തോട് പോരാടണം. രണ്ട്, ചിന്താമണ്ഡലങ്ങളോട് പോരാടുന്ന ആ പോരിനോട് എന്ത് ചെയ്യണം? പോരാടി അതിന് പിടിച്ചെടുക്കണം. സ്തോത്രം. മൂന്നാമത്തെ കാര്യം കൂടി പറയാം. സ്തോത്രം. വായിച്ചാട്ടെ, യൂദയുടെ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിച്ച യൂദ 3. വിശ്വാസത്തിന് വേണ്ടി എന്ത് ചെയ്യണം? പോരാടണം. എന്തിനു വേണ്ടി? വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ഒന്ന്, പാപത്തോട് പോരാടണം. രണ്ട്, സ്തോത്രം, ചിന്താമണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളോട് പോരാടണം. മൂന്ന്, വിശ്വാസത്തിന് വേണ്ടി പോരാടണം. നീ അറിഞ്ഞ വിശ്വാസത്തിന് വേണ്ടി അന്ത്യം വരെ പോരാടണം. നിന്റെ വിശ്വാസത്തിന് കുറവ് സംഭവിക്കരുത്. നിന്റെ വിശ്വാസത്തിന് കുറവ് സംഭവിക്കരുത്. ഇന്ന് പകൽ നിന്റെ വിശ്വാസത്തിന് വേണ്ടി നീ പോരാടിക്കുന്ന സഹോദരി, വിശ്വാസത്യാഗികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വിശ്വാസം നിന്ന് പലരും വീടുകൊണ്ടിരിക്കുന്നു. വിശ്വാസം നിന്ന് പലരും വീടുകൊണ്ടിരിക്കുന്നു. ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് പലരും പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽ നീ അറിഞ്ഞ വിശ്വാസത്തിന് വേണ്ടി അന്ത്യം വരെ പോരാടുക. സ്തോത്രം. വിശ്വാസത്തിന് വേണ്ടി പോരാടണം. അബ്രഹാം എന്ത് ചെയ്തു? വിശ്വാസത്തിന് വേണ്ടി പോരാടി. തൻ്റെ ജീവിതത്തിൽ ശൂന്യതയായിരുന്നിട്ടും സ്തോത്രം ചെയ്തു. എന്ത് ചെയ്തു? വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അതുകൊണ്ട് സ്തോത്രം റോമർക്ക് ലേഖനത്തിൽ പറയുന്നത്, അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഇന്ന് പകലിൽ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ നീ അറിഞ്ഞ വിശ്വാസത്തിന് വേണ്ടി അന്ത്യം വരെ പോരാടുക. അന്ത്യം വരെ പോരാടുക. വിശ്വാസ ജീവിതത്തിൽ പോരാടി നിൽക്കുക. അതുകൊണ്ടാ തിമോഥെയോസിന്റെ ലേഖനത്തിൽ 6-ാം അധ്യായം 11-ാം വാക്യത്തിൽ പൗലോസ് ഇപ്രകാരം തിമോഥെയോസിനോട് പറയുന്നുണ്ട്, വിശ്വാസത്തിന് നല്ല പൊരുതുക. എന്ത് ചെയ്യണം? പൊരുതണം. വിശ്വാസത്തിന് വേണ്ടി നീ പൊരുതണം. വിശ്വാസത്തിന് വേണ്ടി എന്ത് ചെയ്യണം? പൊരുതണം. അന്ത്യം വരെയും പൊരുതണം. എന്തെല്ലാം ക്ലേശങ്ങൾ വന്നാലും, എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും, എന്തെല്ലാം ക്ലേശങ്ങൾ വന്നാലും, എന്തെല്ലാം കഷ്ടതകൾ വന്നാലും, എന്തെല്ലാം ഞെരുക്കങ്ങൾ വന്നാലും പറയണം, ഞാൻ വിശ്വാസത്തിന് വേണ്ടി പോരാടും. വിശ്വാസത്തിന് വേണ്ടി ഞാൻ നിലനിൽക്കും. വിശ്വാസത്തിന് ഞാൻ അന്ത്യം വരെയും ഞാൻ പോരാടി ജയിക്കും. പിശാച് പിടിക്കുന്നത് വിശ്വാസത്തെയാണ്.
നിന്റെ വിശ്വാസത്തെ പിശാച് പിടിക്കുന്നത്, നിന്റെ വിശ്വാസത്തെ തകർക്കുക. അതുകൊണ്ട് അമ്മ തെസ്സലോനിക്ക സഭയോട് പറയുന്നത്, നിന്റെ വിശ്വാസത്തിന് എന്ത് സംഭവിച്ചു? കുറവ് സംഭവിച്ചു. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി പോരാടിക്കോണം. കുറവ് സംഭവിക്കരുത്. വിശ്വാസത്തിനോട് നിന്റെ വിശ്വാസത്തിനെതിരാണ് പിശാച് പോരാടുന്നത്. നിന്റെ എതിരായിട്ടാണ് പിശാച് പോരാടുന്നത്. ഇന്ന് പകലിൽ ആത്മാവിൽ അതിനെ ജയിച്ചോണം. ആമേൻ, സ്തോത്രം. വിശ്വാസത്തിൽ നല്ല പോർ പൊരുതുക. എന്ത് ചെയ്യണം? പൊരുതണം. ആമേൻ. നീ അറിഞ്ഞ വിശ്വാസം വേണ്ടി എന്ത് ചെയ്യണം? പൊരുതണം. നാട്ടിലൊക്കെ സ്തോത്രം, നോർത്ത് ഇന്ത്യയിലൊക്കെ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ക്രിസ്ത്യാനികളെല്ലാം വളരെ സ്തോത്രം ചെയ്യുന്നു, കൊല ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്രിസ്ത്യാനികൾ ജയിലിൽ അടച്ചുകൊണ്ടിരിക്കുന്നു. ദൈവദാസന്മാരെ ജയിലടച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. എന്നിട്ട് അവരൊന്നും എന്ത് ചെയ്തിട്ടില്ല? വിശ്വാസം ത്യജിച്ച് കളഞ്ഞിട്ടില്ല. ഇന്ന് പകലിൽ വിശ്വാസം ത്യജിച്ച് കളയാവുന്ന സാഹചര്യങ്ങൾ നിന്റെ മുമ്പിൽ വന്നാലും നീ അതിനുവേണ്ടി പോരാടിക്കോണം. നീ അറിഞ്ഞ വിശ്വാസത്തിന് വേണ്ടി അന്ത്യം വരെയും നിന്നോണം. ഒന്നും കിട്ടിയില്ലെങ്കിലും ഒന്നും നേടിയില്ലെങ്കിലും നീ അറിഞ്ഞ വിശ്വാസത്തിന് വേണ്ടി നീ പോരാടി ജയിക്കുക. സ്തോത്രം. അപ്പൊ 3 കാര്യങ്ങൾ പറഞ്ഞു. 1, പാപത്തോട് പോരാടണം. 2, നിന്റെ ചിന്താമണ്ഡലങ്ങളോട് പോരടിക്കുന്ന പോരുകളോട് നീ എന്ത് ചെയ്യണം? ചിന്താമണ്ഡലങ്ങളിൽ പോരടിക്കുന്ന പോരുകൾ ജയിച്ചോണം. 3, വിശ്വാസത്തിൽ പോരാടി ജയിച്ചോണം. സ്തോത്രം. എങ്ങനെ പോരാടണം? അതുകൊണ്ട് പറഞ്ഞ് നിർത്താൻ പോകുക. എങ്ങനെ പോരാടണം? സ്തോത്രം. എഫെസ്യർ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നു, പിശാചിന്റെ തന്ത്രങ്ങളോട് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചു പോരാടണം. എങ്ങനെ? സർവായുധവർഗം ധരിക്കണം. സ്തോത്രം. എന്തൊക്കെ സർവായുധവർഗം പറഞ്ഞിരിക്കുന്നത്? വായിച്ചാട്ടെ വേഗം. അരയ്ക്ക് സത്യം ഉണ്ടായിരിക്കണം. നീതി എന്ന കവചം ഉണ്ടായിരിക്കണം. ഒരുക്കം. ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെ കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം ഉണ്ടായിരിക്കണം. രക്ഷ എന്ന ശിരസ്സുണ്ടായിരിക്കണം. ആത്മാവിന്റെ വാളുണ്ടായിരിക്കണം. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. സ്തോത്രം. ഈ സർവായുധം ധരിച്ച് നീ എന്ത് ചെയ്യണം? പിശാചിന് പോരാടിക്കൊണ്ടിരിക്കണം. ആമേൻ. പിശാചിന് പോരാടണം. എങ്ങനെ? സർവായുധവർഗം ധരിച്ച് എന്ത് ചെയ്യണം? പോരാടണം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ, നമുക്ക് പോരാട്ടമുള്ള ജനരത്വങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന് അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അതുകൊണ്ട് ദുർദിവസത്തെ എതിർത്ത് നിൽപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന് സർവായുധവർഗം എടുത്തുകൊള്ളണം. എപ്പോഴും നിങ്ങളുടെ മേൽ എന്തുണ്ടായിരിക്കണം? സർവായുധവർഗം ഉണ്ടായിരിക്കണം. സ്തോത്രം. 2ാമത് എങ്ങനെ പോരാടണം? എഫെസ്യർ ലേഖനം 6-ാം അധ്യായം 18-ാമത്തെ വാക്യം പറയുന്നു, പ്രാർത്ഥനയിൽ എപ്പോഴും പോരാടണം. എന്ത് ചെയ്യണം? അവിടെ അങ്ങനെയല്ലേ ഇരിക്കുന്നത്? സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ദൈവമക്കളെ, ഇതിനെ ജയിക്കാൻ കഴിയണമെങ്കിൽ സർവായുധവർഗം ധരിച്ചുകൊണ്ടിരിക്കണം. ഇതിനെ ജയിക്കാൻ കഴിയണമെങ്കിൽ പ്രാർത്ഥനയിൽ എപ്പോഴും പോരാടിക്കൊണ്ടിരിക്കണം. ഇന്ന് പകലിൽ പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരുന്നാൽ ഇതിനെ നിനക്ക് ജയിക്കാൻ കഴിയും. സ്തോത്രം. അതുകൊണ്ട് കൊലോസ്യർക്ക് ലേഖനം 1-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സ്തോത്രം, പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നു? പോരാടുന്നു. പോരാടി പ്രാർത്ഥിക്കണം. എന്ത് ചെയ്യണം? പോരാടി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് എത്ര പേരകത്തുണ്ട്? നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തോ, എനിക്ക് വീട് കിട്ടണേ, എനിക്ക് ജോലി കിട്ടണേ. ഇതല്ല പോരാട്ടം. ഇതല്ല പോരാടി പ്രാർത്ഥിക്കുന്നത്. പിശാചിന്റെ പദ്ധതികളെ കണ്ടറിഞ്ഞ് പോരാടി ആത്മാവിൽ അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്. ആത്മാവിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ആത്മാവിൽ എന്ത് ചെയ്യണം? ഒന്ന് പറഞ്ഞേ. ആത്മാവിൽ പ്രാർത്ഥിക്കണം. ആത്മാവിൽ ഈ ദിവസങ്ങളിൽ നീ ആത്മാവിൽ പ്രാർത്ഥിച്ചോണം കേട്ടോ. ആത്മാവിൽ പ്രാർത്ഥിച്ചോണം. ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന് മുമ്പിൽ നിൽപ്പാൻ പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പിൻ. ഇന്ന് പകലിൽ സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നൊരു ഒഴിഞ്ഞു പോക്ക് നിനക്ക് വേണമെങ്കിൽ, സംഭവിപ്പാനുള്ള ഒഴിഞ്ഞു പോക്ക് എല്ലാത്തിൽ നിന്നൊരു ഒഴിഞ്ഞു പോക്ക് വേണമെങ്കിൽ സദാകാലം പോരാടി പ്രാർത്ഥിക്കുക. പോരാടണം. എന്ത് ചെയ്യണം?
പോരാടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവമക്കളെ സംഭവിപ്പാനുള്ളതൊന്നും ഒഴിഞ്ഞു പോകത്തില്ല. അതുകൊണ്ടാ ലൂക്കോസ് സുവിശേഷത്തിൽ പറഞ്ഞത്, ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഇന്ന് പകൽ ആരോടൊക്കെ ആത്മാവ് അറിയുന്നു, ചിലതൊക്കെ ഒഴിഞ്ഞു പോകുവാണെങ്കിൽ, ചിലതൊക്കെ ഒഴിഞ്ഞു പോകണമെങ്കിൽ, ചിലത് ഒരുക്കുന്ന പിശാച് ഒരുക്കുന്ന പദ്ധതികൾ ഒഴിഞ്ഞു പോകണമെങ്കിൽ ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുവാൻ ഇന്ന് പകൽ ആരോടൊക്കെയോ കർത്താവ് ദൂത് വിളിച്ച് പറയുന്നു. ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചോണം. നിനക്കെതിരെ പൊങ്ങുന്ന എതിരികളെ ജയിപ്പാൻ, പോരാട്ടങ്ങളെ ജയിപ്പാൻ പോരാടി പ്രാർത്ഥിക്കുക. ഇന്ന് പകൽ പോരാടി പ്രാർത്ഥിച്ച് അല്പസമയം ഒന്ന് പോരാടി പ്രാർത്ഥിച്ച് ദുഷ്ടൻ ഒരുക്കുന്ന പദ്ധതികളെ കണ്ട്, പൈശാചിക മേഖലകളെ കണ്ട്, ഇന്ന് പകലിൽ ദുഷ്ടാത്മ ശക്തിയെ കണ്ട്, ദുരാത്മ മണ്ഡലങ്ങളെ കണ്ടുകൊണ്ട് ഇന്ന് പോരാടി പ്രാർത്ഥിച്ച് എല്ലാവർക്കും ദൈവത്തിന് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പോരാടി പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ദുരാത്മ മണ്ഡലങ്ങളെ കണ്ടുകൊണ്ട്, ദൈവസഭയുടെ ഉയർച്ചയ്ക്ക് വിരോധമായി, ദൈവമക്കളുടെ ഉയർച്ചയ്ക്ക് വിരോധമായി പൊങ്ങി നിൽക്കുന്ന ദുരാത്മ മണ്ഡലങ്ങളെ കണ്ടുകൊണ്ട് ഇന്ന് പകൽ പ്രാർത്ഥിച്ച് പോരാടി എന്ന് പ്രാർത്ഥിച്ച് ഊറം വനം ധനം 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 അടകന റിഗന വലബ ഷൈഡവാലബസിയ ഒന്ന് പോരാടി പ്രാർത്ഥിച്ച് ആത്മീയതയ്ക്ക് വിരോധമായി, പ്രാർത്ഥനയ്ക്ക് വിരോധമായി, ആരാധനയ്ക്ക് വിരോധമായി, സഭയുടെ വളർച്ചയ്ക്ക് വിരോധമായി, നിന്റെ ഉയർച്ചയ്ക്ക് വിരോധമായി, നിന്റെ നന്മയ്ക്ക് വിരോധമായി പോരാടുന്ന പോരാട്ടങ്ങളെ കണ്ട് തിരിച്ചറിഞ്ഞ് പോരാടി പ്രാർത്ഥിക്കേ. നീ ഇത്ര ഉയർന്നാ മതി എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ഉയർച്ചയെ ബന്ധിക്കുന്ന ബന്ധനങ്ങൾ, നിന്റെ ഉയർച്ചയെ പോരാടുന്ന മേഖലകളെ ഇന്ന് പകൽ കണ്ടുകൊണ്ട് ഉയർന്ന് പ്രാർത്ഥിച്ചേ.